ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാറ്റിവെക്കാം മക്കൾക്കായി കുറച്ചു നേരം. എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എന്തുകൊണ്ടാണ് കുട്ടികളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എന്ന്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും നേരിടുന്നതും പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതും ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. ഒരു 13 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പെൺകുട്ടിയാണെങ്കിലും ഒരു ആൺകുട്ടികളാണെങ്കിലും എല്ലാ കുട്ടികളെയും പറയുന്നില്ല, മാക്സിമം കുറേ കുട്ടികളിൽ വരുന്ന ചില മാറ്റങ്ങൾ അത് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചെന്ന് ചാടുന്ന ചതിക്കുഴികളുടെ വലുപ്പം അഗാധമാണ്. അവിടെ നമ്മുടെ മക്കളെ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റൂ. ഇന്നും 13 വയസ്സായ കുട്ടി അതല്ലെങ്കിൽ 15 വയസ്സായ കുട്ടി എന്നാണ് നമ്മൾ പറയുന്നത്. അവർ കുട്ടികളാണ്. അവർക്ക് അവരുടെ ശരിയും തെറ്റുകളും പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കൂടെ തന്നെ വേണ്ടേ? നമ്മൾ തന്നെ വേണം അതിന് മുൻകൈയെടുത്ത് അവരൊപ്പം സഞ്ചരിക്കാൻ. ഒരിക്കലും ഒരു കുട്ടിയും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഒരു തെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, വിശ്വസിക്കുന്നത്. കാരണം ഒരു തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ആ കുട്ടി അതിൽ ചെന്ന് ചാടില്ല. പിന്നെ അല്പനേരത്തെ ആവേശത്തിന് തൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളെയും ആളുകളെയും അമ്പരപ്പിക്കുന്നതിനായി നമ്മൾ കഴിവില്ലാത്തവരല്ല, നല്ല കഴിവുള്ള കുട്ടികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ കുട്ടികൾ അങ്ങനെയുള്ള അഭ്യാസങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട്. അതെല്ലാം നമുക്ക് ദോഷമല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഒരു ചെറിയ കുട്ടി ഇപ്പോൾ LKG മുതൽ സ്കൂളിൽ പോയി നമ്മളുടെ അടുത്ത് തിരിച്ചു വരുന്ന മക്കളോട് ആ സ്കൂളിലെ വിശേഷങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ വളരെ എന്താ പറയുക, ആകാംക്ഷയോടുകൂടി കേട്ടിരുന്നൊരു സമയമുണ്ട്. അവരുടെ ആ ചെറുപ്പകാലം. ആ കാലത്ത് നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്ത് അവരൊപ്പം നമ്മൾ നിന്നത്, അതുപോലെ തന്നെയാണ് തുടർന്നുള്ള ജീവിതത്തിലും നമ്മൾ നമ്മുടെ മക്കളുടെ ഒപ്പം നിൽക്കേണ്ടത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു 10-13 വയസ്സായി കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ, സ്വഭാവത്തിലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ നല്ല വ്യത്യാസങ്ങളാണ് ഇന്ന് എല്ലാ മക്കൾക്കും ഉള്ളത്. അപ്പോഴും നമ്മൾ ആ കുട്ടികൾ, നമ്മുടെ വീട്ടിൽ അവർ കുട്ടികളാണ്. ആ കുട്ടികളെ നമ്മൾ മുതിർന്നു, അല്ലെങ്കിൽ എൻ്റെ മോൾ വലിയതായി, അല്ലെങ്കിൽ എൻ്റെ മോൻ വലിയ മോനായി എന്നൊരു കാഴ്ചപ്പാടോടുകൂടി കാണുന്ന അച്ഛനമ്മമാർ വളരെ കുറവായിരിക്കും. സത്യത്തിൽ 10-20 വയസ്സായ ഞാൻ എൻ്റെ മക്കളെ പോലും ഞാൻ കുട്ടികളായിട്ടാണ് കാണുന്നത്. അവരൊക്കെ എനിക്ക് കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്കൊരു പിഴവ് സംഭവിക്കാതിരിക്കാൻ ഒരമ്മയെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരച്ഛനെന്ന നിലയ്ക്ക് നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ച് തന്നെ അവരൊപ്പം ഉണ്ടാവണം. അത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആകെ അണുകുടുംബങ്ങളാണ്. അച്ഛനമ്മ 2 മക്കൾ, അങ്ങനെയുള്ള ശൈലിയിലേക്കാണ് നമ്മളുടെ ജീവിത രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനോ, ശരിയും ഏതാണ് തെറ്റ്, ശരി ഏതാണ്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശന്മാരൊന്നും ചിലപ്പോൾ കൂടെ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഈ കുട്ടികൾ, ഞാനിപ്പോൾ പുറത്തൊക്കെ കുറച്ച് സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് പലപ്പോഴും നമ്മളുടെയൊക്കെ ടൗണുകളിൽ ഒരുപാട് ചെറിയ ചെറിയ കുട്ടികൾ കാണിച്ചു കൂട്ടുന്ന കുറേ കോപ്രായങ്ങൾ ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ്. കാണാറുണ്ട്, മിക്കവാറും ഞാനത് കാണാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് മുഖം തിരിച്ച് നടക്കാൻ പറ്റുമെങ്കിൽ നമ്മളുടെ കുട്ടിക്ക് മുഖം തിരിച്ച് നല്ലതല്ലാത്ത കാര്യത്തിനോട് മുഖം തിരിച്ച് നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരൊരു ചതിക്കുഴിയിൽ പെടില്ല. ആ കുട്ടിയോട് എന്ത് നല്ലതല്ലാത്ത കാര്യങ്ങളും നല്ലതല്ലാത്ത കൂട്ടുകെട്ടുകളും നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ വേണം അവരെ പഠിപ്പിക്കാൻ. നമ്മളൊരു മൊബൈൽ വാങ്ങിക്കൊടുത്തുകൊണ്ട് ആ മൊബൈലിൽ നിൻ്റെ ജീവിതം എല്ലാമായി എന്ന് പറഞ്ഞ് ആ മൊബൈൽ നോക്കി ആ കുട്ടി ആരെയാണോ വിളിക്കുന്നത്, ആർക്കാണ് മെസ്സേജ് പാസ് ചെയ്യുന്നത്, എന്താണ് ആ മൊബൈലിൽ ആ കുട്ടി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കണം. എന്നൊരു മൊബൈലിൽ കൈവച്ചാൽ കിട്ടാത്ത ഒരു സംഭവവും ഇല്ല എന്നാണ് നമ്മുടെയൊക്കെ അറിവ്, ഇല്ലേ? അപ്പോൾ നമ്മളുടെ ചെറിയ മക്കൾ എന്താണ് ആ മൊബൈലിൽ സെർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് അതിൽ നിന്ന് നോക്കി പഠിക്കുന്നത്. ഇന്നിപ്പോൾ പല ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബിൽ കിട്ടാറുണ്ട്. അപ്പോൾ കുട്ടികൾ മാക്സിമം യൂട്യൂബ് നോക്കി പഠിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്.
അപ്പോൾ നമ്മുടെ മക്കൾ അതിൽ പുറമെ വേറെ എന്തെങ്കിലും അവർ ആ മൊബൈലുകളിൽ നോക്കുന്നുണ്ടോ, അല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളറിയാതെ വളരുന്നുണ്ടോ, അത് നല്ലതാണോ അതല്ല തെറ്റായ മാർഗത്തിലൂടെ ആണോ പോകുന്നത് എന്നുള്ളതെല്ലാം വീക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. ഇത് ചെയ്യാത്ത പക്ഷം പല കുട്ടികളും പെരുവഴിയിൽ, അതായത് എന്താ പറയുക, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്തു കൂട്ടുന്ന കുറേ അഭ്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് ലജ്ജയില്ലാത്ത തരത്തിലേക്ക് ഈ സമൂഹം മാറി നമ്മളുടെ മക്കൾ ആ ഒരു ലെവലിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പങ്ക് പാരൻസിന് തന്നെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. സ്വന്തം മക്കൾ പേടിക്കേണ്ടടുത്ത് പേടിച്ചിട്ടും ബഹുമാനിക്കേണ്ടടുത്തും ബഹുമാനിച്ചിട്ടും, എന്താ പറയുക, ധൈര്യം കാണിക്കേണ്ട സ്ഥലങ്ങളിൽ 10 മടങ്ങ് ധൈര്യം കാണിച്ച് വളരാനുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമ്മൾ സ്വന്തം വീട്ടുകളിൽ നിന്ന് കൊടുക്കണം. പലപ്പോഴും ഞാൻ കണ്ട് ഞെട്ടിപ്പോയ പല കാര്യങ്ങളുണ്ട് നമ്മളുടെയൊക്കെ സ്റ്റാൻഡുകളിൽ. ഞാൻ ബസ് കയറാനൊക്കെ സ്റ്റാൻഡിൽ വരുമ്പോൾ അവിടെ നിന്ന് ഞാൻ കാണുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനെയും അമ്മനെയാണ് കാണുമ്പോൾ. അവർ ചിലപ്പോൾ വളരെ ദയനീയമായി പോയി പണിയെടുത്ത് കൊണ്ടുവന്നിട്ടായിരിക്കാം ഈ കുട്ടികളെയൊക്കെ പഠിക്കാൻ വിട്ടിട്ടുണ്ടാവുക. പക്ഷേ ഈ കുട്ടികൾ പഠിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അല്പനേരത്തെ ആ ഒരു എന്താ അതിനെ നമ്മൾ എങ്ങനെയാണ് ഉപമിക്കുക എന്നറിയില്ല, ആ ഒരു സന്തോഷവും, അത് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, എന്തിനൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ പിന്നിൽ കിടന്ന് അലയുന്ന മക്കളെയാണ് നമ്മളൊക്കെ ഇന്ന് വീതികളിൽ കാണുന്നത്. അതുകൊണ്ട് എല്ലാ പേരൻസും കൃത്യമായി നമ്മളുടെ മക്കളെ വാച്ച് ചെയ്യാൻ സമയം കണ്ടെത്തി കുട്ടികൾക്കൊപ്പം, നിങ്ങൾ എത്ര തിരക്കുള്ള വ്യക്തികളാണെങ്കിലും അരമണിക്കൂറോ 1 മണിക്കൂറോ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവരോട് സംസാരിക്കാനും അവരെ ഒന്ന് വീക്ഷിക്കാനുമുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.